السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരങ്ങളിലെ പാരായണങ്ങളും അതിന്റെ ദൈർഘ്യത്തെയും കുറിച്ചും കൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സംസാരിച്ചു വന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രത്തോളം ദൈർഘ്യത്തിലായിരുന്നു അല്ലെങ്കിൽ വിശാലമായിട്ടായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചത്, ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് പ്രവാചകൻ ചുരുക്കിയത്, ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് പ്രവാചകൻ ദീർഘിപ്പിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ നമസ്കാരവുമായി ബന്ധപ്പെട്ട പ്രവാചകന്റെ നമസ്കാരത്തിന്റെ രീതിയാണ് ശൈഖ് അൽബാനി റഹിമഹുല്ലാഹ് പിന്നീട് വിശദീകരിക്കുന്നത്. وكان صلى الله عليه وسلم يقرأ في الركعتين الأوليين فاتحة الكتاب. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് റക്അത്തുകളിലും സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തു. ദുഹറിന്റെ ويطول في الأولى ما لا يطول في الثانية. പ്രവാചകൻ ആദ്യത്തെ റക്അത്തിൽ പാരായണം ചെയ്യുന്ന ദൈർഘ്യത്തിന്റെ ഒരല്പം കുറച്ചുകൊണ്ടാണ് രണ്ടാമത്തെ റക്അത്തിൽ പ്രവാചകന്റെ പാരായണം ഉണ്ടാകുന്നത്. ആദ്യത്തെ റക്അത്ത് എത്രത്തോളം ദീർഘമാണോ അതിനേക്കാൾ ഒരല്പം രണ്ടാമത്തെ റക്അത്ത് അതിന്റെ ദൈർഘ്യം കുറയുമെന്നാണ്. وكان أحيانا يطيلها حتى أنه كانت صلاة الظهر تقام فيذهب الذاهب إلى البقيع فيقضي حاجته ثم يأتي منزله ثم يتوضأ ثم يأتي رسول الله صلى الله عليه وسلم في الركعة الأولى مما يطولها. പ്രവാചകൻ ചിലപ്പോൾ നിസ്കരിക്കുമ്പോൾ ദൈർഘ്യത്തിൽ നിസ്കരിക്കും, നല്ല ദീർഘിപ്പിക്കും. എത്രത്തോളം എന്ന് പറഞ്ഞാല് നിസ്കാരം തുടങ്ങുന്ന സമയത്ത് ഒരു വ്യക്തി എങ്ങോട്ട് പോകും? ബഖീഅയിലേക്ക്. ബഖീഅ നമുക്കറിയാം, പ്രവാചകന്റെ പള്ളിയുടെ മിഹ്റാബിൽ നിൽക്കുന്ന ഭാഗത്ത് 365 ഗേറ്റ് 64 ആ ഗേറ്റ് ഒക്കെ വരുന്ന ഭാഗത്ത് ഇടത് ഭാഗത്തായിട്ട് ഇമാമ നിൽക്കുമ്പോൾ ഇടത് ഭാഗത്തായിട്ട് വരുന്ന ബഖീഅയിലേക്ക് ഒരാൾ പോകും. എന്നിട്ട് അദ്ദേഹം ബഖീഅയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരും. തൊട്ടടുത്തുള്ള വീട്ടിൽ വന്ന് അദ്ദേഹം വുളു എടുത്ത് എന്നിട്ട് പള്ളിയിലേക്ക് ചെല്ലും. നമസ്കാരം തുടങ്ങുമ്പോഴാണ് ഇതൊക്കെ ചെയ്യുന്നത്. പ്രവാചക നിസ്കാരത്തിന്റെ റക്അത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാലാണ് ഇഖാമത്ത് തുടങ്ങുമ്പോൾ ഇയാൾ പോകുന്നത് ബഖീഅയിലേക്ക്. ബഖീഅ ഖബർസ്ഥാനിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നു, വുളു എടുക്കുന്നു, പള്ളിയിൽ വരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി റക്അത്തിൽ ഊല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ റക്അത്തിലേക്ക് വരും. അതിന്റെ ദൈർഘ്യം എത്രയാണെന്ന് വിചാരിക്കും. ഈ ഏറ്റവും അടുത്ത് ഇപ്പൊ 365 364 നമ്മുടെ ഗേറ്റിന്റെ അടുത്ത് ഉള്ള ഹോട്ടലുകളിൽ താമസിക്കുന്ന ഒരാള് ഇഖാമത്ത് കൊടുക്കുമ്പോൾ വുളു എടുത്തിട്ട് അയാൾ എത്രയും പെട്ടെന്ന് നടന്നു വന്നാല് പള്ളിയിലെത്തുമ്പോഴേക്ക് ഇമാമ് അവസാനത്തെ റക്അത്തിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ 2-3 റക്അത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഫസ്റ്റ് റക്അത്തിൽ നിന്ന് തന്നെ പ്രവാചകൻ പുറത്തു കടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന്റെ ദൈർഘ്യം എത്ര ഉണ്ടാവും? ചിലപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര ദൈർഘ്യത്തിൽ നമസ്കരിക്കും. وكانوا يظنون أنه يريد بذلك أن يدرك الناس الركعة الأولى. അത് എന്തിനാണ് പ്രവാചകൻ അങ്ങനെ ദീർഘിപ്പിച്ചത് എന്നതിനെ ചോദിച്ചാൽ സ്വഹാബത്ത് മനസ്സിലാക്കിയത്, റസൂല് പല ജോലിയിൽ വ്യാപൃതരായ ആളുകൾക്ക് നമസ്കാരത്തിന്റെ റക്അത്ത് നഷ്ടപ്പെടണ്ട, അതിന്റെ പുണ്യം നഷ്ടപ്പെടണ്ട എന്ന ഉദ്ദേശത്തിൽ ആളുകൾക്ക് റക്അത്ത് കിട്ടട്ടെ എന്ന തരത്തിൽ പ്രവാചകൻ നമസ്കാരം ദീർഘിപ്പിക്കുന്നതായിട്ടാണ് അവർക്ക് അനുഭവപ്പെട്ടത് എന്ന് അവർ പറയുന്നുണ്ട്. وكان يقرأ في كل من الركعتين قدر 30 آية. 30 ആയത്തിന്റെ ഒരു പരിധിയിലും രണ്ട് റക്അത്തിൽ ഏകദേശം قدر قراءة ألف لام ميم تنزيل السجدة. അതേപോലെ തന്നെ وأحيانا والسماء والطارق والسماء ذات البروج والليل إذا يغشى. ഇങ്ങനെ إذا السماء انشقت ഈ സൂറത്തുകളൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ പാരായണം. كانوا يعرفون قراءته في الظهر والعصر بالاضطراب لحيته. നമ്മൾ പറഞ്ഞു ചിലപ്പോൾ പ്രവാചകൻ ഈ നമസ്കാരങ്ങളിൽ മെല്ലെ പാരായണം ചെയ്ത നമസ്കാരങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്പാൽപ്പം കേൾപ്പിക്കും ഖിറാഅത്ത്. ഈ നമസ്കാരങ്ങളിലൊക്കെ താടി ഇളകുന്നത് കണ്ടാൽ ആളുകൾക്ക് മനസ്സിലാവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ പാരായണം ചെയ്യുകയാണ്. ഇനി ഓരോ വിഷയം അവിടെ കടന്നു വരുന്നു. അദ്ദേഹം ഹെഡിങ് കൊടുക്കണം. ഖിറാഅത്തുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയാത്തിൻ ബഅദൽ ഫാത്തിഹ
ഫിൽ ആഖിറതൈൻ. ളുഹ്ർ അസ്ർ നമസ്കാരങ്ങളിൽ രണ്ടാമത്തെ റക്അത്ത് കഴിഞ്ഞ് 3-4 റക്അത്തുകളിൽ പ്രവാചകൻ ചിലപ്പോൾ ഫാത്തിഹയ്ക്ക് ശേഷം ഏതാനും ആയത്തുകൾ പാരായണം ചെയ്തതായി വന്നിട്ടുണ്ട്. സാധാരണ ആദ്യത്തെ 2 റക്അത്തിലാണ് ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് പാരായണം ചെയ്യുക. അതിനുശേഷമുള്ള 2 റക്അത്തുകളിൽ സൂറത്ത് ഫാത്തിഹ പാരായണം ചെയ്യണോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഇഖ്തിലാഫ് ഉണ്ട്. എന്നാൽ പ്രവാചകനിൽ നിന്ന് ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ചിലപ്പോൾ റസൂല് ഈ 2 സൂറത്ത് ഈ 2 റക്അത്തിൽ അവസാനത്തെ മസ്ജിദിലെ അവസാനത്തെ 2 റക്അത്തിൽ ഫാത്തിഹ ഓതി നേരെ റുക്കൂഇലേക്ക് പോകും. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അദ്ദേഹം ആയത്ത് ഓതിയതായിക്കൊണ്ട് പിന്നെ അബൂദാവൂദ് അടക്കമുള്ള ആളുകൾ ഉദ്ധരിക്കുന്ന ഹദീസുകൾ കാണാൻ സാധിക്കും. وكان يجعل ركعتين الأخيرتين أقصر من الأولين قدر النصف قدر 15 آية وربما اختصر فيهما على الفاتحة. അപ്പോൾ ആദ്യത്തെ 2 റക്അത്തിനേക്കാളും ചെറുതായിട്ടാണ് പിന്നീടുള്ള 2 റക്അത്ത് ചിലപ്പോൾ ഫാത്തിഹ കൊണ്ട് അവസാനിപ്പിക്കും. പിന്നെ അടുത്ത ഹെഡിങ് അദ്ദേഹം കൊടുക്കുന്നത്